നമസ്കാരം. ആശീർവാദ് സിനിമാസ് അതിൻ്റെ 25 വർഷം പൂർത്തിയാക്കുകയാണ്. 37 സിനിമകൾ, അതുപോലെ നിരവധി ചിത്രങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ, തിയേറ്റർ സമുച്ചയങ്ങൾ, വിദേശത്ത് അവരുടെ കോർപ്പറേറ്റ് ഓഫീസ്, അങ്ങനെ ഒരു ചെറിയ പടിയിൽ നിന്ന് പടിപടിയായി വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വൻ വൃക്ഷമായി ആശീർവാദ് സിനിമാസ് മാറിയിരിക്കുന്നു. ഇത് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനായ കലാകാരൻ്റെ ഒരു ദാനം, അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്ന സഹോദര തുല്യനായ ആൻ്റണിക്ക് നൽകിയ ആ ദാനം ആണ് ആശീർവാദ് സിനിമാസ്. അത് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വിനോദ വ്യവസായ രംഗത്തെ കമ്പനിയാണ്. അപ്പോൾ ആൻ്റണി കേരളത്തിലും മലയാളികൾക്കും പ്രിയങ്കരനാണ്, വിശ്വസ്തനാണ്, മാതൃകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന മേഖല 25 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുതിയൊരു അധ്യായം തുറക്കുകയാണ്, ഒരു തലമുറ മാറ്റം. ആശീർവാദ് സിനിമാസ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ സാന്നിധ്യത്തിൽ ആണെങ്കിൽ തന്നെയും അതിനെ നയിക്കാൻ പുതിയ തലമുറ വരുന്നു. ആൻ്റണിയുടെ മകനും ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദധാരിയുമായ ആശിഷ് ജോ ആൻ്റണിയാണ് ആശീർവാദ് സിനിമാസിൻ്റെ പുതിയ സാരഥി. ആ തലമുറ മാറ്റമാണ് ഈ കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ വിളക്ക് കൊളുത്തി അതിൻ്റെ ആശീർവാദം കൈമാറിയത്. ആ തലമുറ മാറ്റത്തിലേക്കാണ്. ആശിഷ് ജോ ആൻ്റണി ദുബായിലുള്ള ആശീർവാദിൻ്റെ കോർപ്പറേറ്റ് കമ്പനിയുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ ഭാഷാ ചിത്രങ്ങളുടെ വിതരണവും അതുപോലെ വിനോദ വ്യവസായത്തിൻ്റെ പുതിയ സാധ്യതകളുമൊക്കെ സങ്കലനം ചെയ്ത് ഉള്ള ബിസിനസ്സിലേക്ക് പുതിയ തലമുറ കൈയേൽപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു നാഴികക്കല്ലായിട്ടുള്ള ഒരു 25 വർഷത്തെ പൂർണ്ണതയാണ് നമ്മൾ കൊച്ചിയിൽ കണ്ടത്. അതുപോലെ തന്നെ ആൻ്റണി എന്ന് പറയുന്ന ഒരു സാധാരണത്വത്തിൽ നിന്ന് വളർന്ന് വിവിധ തരത്തിലുള്ള സിനിമകൾ ചെയ്ത്, കൺവെൻഷനലായിട്ടുള്ള സിനിമകൾ ചെയ്ത് മലയാളത്തിൽ ചൂടുറപ്പിച്ച ആശീർവാദ് സിനിമാസ് ഇനി വൈവിധ്യങ്ങളാർന്ന ചിത്രങ്ങളും പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളുമൊക്കെ അതിനകത്ത് വരാം. അത് പുതിയ തലമുറയുടേതാണ്. അപ്പോൾ അതിലേക്ക് ആൻ്റണി ആ കൈമാറ്റം, ആ വിളക്ക് കൈമാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ അനീഷ ആൻ്റണി ഡോക്ടറാണ്, MBBS ബിരുദധാരിയാണ്. അപ്പോൾ വിവാഹിതയാണ്. അവരുടെ ഭർത്താവും അതുപോലെ ഈ വ്യവസായത്തിൽ ഇതിൻ്റെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ വിനോദ വ്യവസായത്തിൻ്റെ മറ്റ് സ്രോതസ്സുകളെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെയും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഉൾപ്പെട്ട വലിയൊരു വ്യവസായ ശൃംഖല രൂപപ്പെട്ട് കഴിഞ്ഞു. 10,000-ഓളം പേര് നേരിട്ടും അതിനേക്കാളധികം ആൾക്കാർ അല്ലാതെയും തൊഴിലെടുക്കുന്ന ഒരു സ്ഥാപനമായി വളർന്ന ആശീർവാദ് സിനിമാസിൻ്റെ ആ സംരംഭകത്വത്തിൽ മകളും അതിൻ്റെ ഈ കഴിഞ്ഞ ദിവസം മകളും പങ്കാളിയാവും. കാരണം ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ വലിയ ഇവൻറ്റ്, കൊച്ചിയിൽ നടന്ന ഇവൻറ്റിൻ്റെ കംപ്ലീറ്റ് കൺസീവ് ചെയ്ത് അത് അവതരിപ്പിച്ചത്, ഇപ്പോൾ ലോകം മുഴുവൻ കാണുന്ന ആ ഇവൻറ്റ് സംഘടിപ്പിക്കുകയും അതിൻ്റെ സംഘാടനവും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തതും പുതിയതായി അവർ രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റിൻ്റെ ലോഞ്ചിങ്ങും എല്ലാം അവിടെ നടന്നത് ഈ തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിൽ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ പത്നി സുചിത്ര മോഹൻലാലും ആൻ്റണിയുടെ പത്നി ശാന്തി ആൻ്റണിയും പങ്കെടുത്തുകൊണ്ടാണ് ഈ തലമുറ കൈമാറ്റം നടന്നത്. അതേ അർത്ഥത്തിൽ തന്നെ കാണണം. മോഹൻലാലിൻ്റെ മക്കളായ പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും അവരും ഉൾപ്പെട്ടത് തന്നെയാണ് ഇത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, ആ അർത്ഥപൂർണതയോടുകൂടിയാണ് ആ ചടങ്ങ് അവിടെ തുടങ്ങി അതിൻ്റെ തുടർച്ചയിലേക്ക് അവർ നയിച്ചത്.